നമസ്കാരം. ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതവർഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പൂരം നക്ഷത്രജാതർക്ക് സെപ്റ്റംബർ മാസം വ്യാഴബുധന്മാർ അനുകൂലമായ സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ മാസത്തിൽ നടക്കുന്നതാണ്. സഹോദരന്മാരിൽ നിന്നും പിതാവിൽ നിന്നും സഹായങ്ങൾ ലഭ്യമാകുന്നതുമാണ്. യാത്രാദി കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതുമാണ്. കടബാധ്യതകൾ, രോഗാദി ദുരിതങ്ങൾ ഇവയ്ക്കൊക്കെ ശമനം വരാം. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതുമാണ്. കേതു ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും പൂരം നക്ഷത്രജാതർക്ക് ലാഭങ്ങൾ വന്നു ചേരുവാനുള്ള പല വഴികളും തെളിഞ്ഞു വരുന്നതുമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും സിനിമാ മേഖലയിലുള്ളവർക്കും ഏറ്റവും അനുകൂലമായ കാലഘട്ടമായിരിക്കും. സ്വന്തമായി ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാനും വാഹനം വാങ്ങുവാനും ഇവർക്ക് സാധ്യമാകുന്നതാണ്. ഈ നക്ഷത്രജാതർക്ക് വിവാഹത്തിന് അനുയോജ്യമായ കാലഘട്ടമായിരിക്കില്ല സെപ്റ്റംബർ മാസം. പുതിയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണിവർ. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അത്ര അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല. കുടുംബത്തിലോ അടുത്ത ബന്ധുക്കളുമായോ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട്. നല്ല കാര്യങ്ങളെ എതിർക്കുന്നതും കലഹ സ്വഭാവവും ഒഴിവാക്കേണ്ടതാണിവർ. ആരോഗ്യപരമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. വിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതുമാണ്. ഇപ്പോൾ ശനി, രാഹു എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം നടക്കുന്നവർ നവഗ്രഹ ക്ഷേത്ര ദർശനം 9 ദിവസം തുടർച്ചയായി പോകേണ്ടതാണ്. ദോഷപരിഹാരാർത്ഥമായി ഈ മാസം ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും ഗണപതി ഭഗവാന് അപ്പം നേദിക്കുകയും ഹനുമാന് വെണ്ണ സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഉത്രം നക്ഷത്രജാതർക്ക് സെപ്റ്റംബർ മാസം അനുകൂലമായ കാലഘട്ടമായിരിക്കും. വിവാഹത്തിന് ഇതുവരെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അത് മാറിക്കിട്ടുന്നതാണ്. അനുയോജ്യമായ വിവാഹാലോചനകൾ വരികയും അത് വിവാഹത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഈ നക്ഷത്രജാതരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രീതി പിടിച്ചു പറ്റുവാൻ സാധിക്കുന്നതാണ്. തൊഴിലന്വേഷകർക്ക് മനസന്തോഷം നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. വ്യാപാര സംബന്ധമായ നഷ്ടങ്ങൾ ഇവർ നേരിടേണ്ടി വരുന്നതുമാണ്. ബന്ധുജന വിയോഗം ഉണ്ടാകുന്നതാണ്. ഈ നക്ഷത്രജാതരായ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ കാലഘട്ടമായിരിക്കും സെപ്റ്റംബർ മാസം. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക്
അവർക്കിഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുത്ത് പഠിക്കുവാൻ സാധ്യമാകുന്നതാണ്. ഇവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ വിജയകരമായി പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതാണ്. രഹസ്യ ശത്രുക്കൾ പ്രവൃത്തി രംഗത്ത് ശല്യമുണ്ടാക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ചെലവ് വർദ്ധിക്കുന്ന സമയം കൂടിയാണ്. എന്നാൽ അതനുസരിച്ചുള്ള വരുമാന വർധനവും ഉണ്ടാകുന്നതാണ്. സർക്കാരിൽ നിന്ന് ഇവർ പ്രതീക്ഷിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതുമാണ്. അവനവൻ മുൻപ് ചെയ്ത സത്പ്രവർത്തികളുടെ ഫലം അനുഭവയോഗ്യമാകുന്നതുമാണ്. പൂർവകാല സുഹൃത്തുക്കളുമായി വിരോധം വരുവാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അവർ പ്രതീക്ഷിച്ചത്ര വിജയം ഉണ്ടാകുന്നതുമാണ്. പൊതുപ്രവർത്തകർക്കും സാഹിത്യ മേഖലയിലുള്ളവർക്കും അത്ര അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല. വിപരീതാനുഭവങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നതാണ്. ഇപ്പോൾ രവി, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം നടക്കുന്നവർ ദോഷപരിഹാരാർത്ഥമായി നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. ഈ നക്ഷത്രജാതർ സെപ്റ്റംബർ മാസം ദോഷശാന്തിക്കായി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ്. ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും. കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കാവുന്നതാണ്. സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണം ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക പുരോഗതിയും കർമ്മ പുരോഗതിയും ഇവർക്ക് ഉണ്ടാകാവുന്നതാണ്. മുൻപ് ചെയ്ത സത്പ്രവർത്തികളുടെ ഫലം അനുഭവയോഗ്യമായിട്ട് വരുന്നതുമാണ്. ഉത്രം നക്ഷത്രജാതർക്ക് പൊതുവെ ഗുണകരമായ കാലഘട്ടമായിരിക്കും സെപ്റ്റംബർ മാസം. ചെലവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് വരുമാന വർധനവും ഇവർക്ക് ഉണ്ടാകാവുന്നതാണ്. ഈ നക്ഷത്രജാതർ ഇപ്പോൾ ശനിദശാകാലം അനുഭവിക്കുന്നവർ എല്ലാ ശനിയാഴ്ച ദിവസവും ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുകയും വേണം. നന്ദി, നമസ്കാരം.